അതാണ് ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ആണെന്ന്. ഞങ്ങൾ പോകും എന്താവും ആർക്കും അറിയത്തില്ല. അപ്പോൾ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഇന്ന് ഞങ്ങളുടെ BEd കോളേജിലെ ഫസ്റ്റ് ക്ലാസ്സാണ്. അപ്പോൾ ഞങ്ങൾ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ്. അപ്പം ഹോസ്റ്റലിൽ നിന്ന് ഒരു 10 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. 10ഉം കാണില്ല. അപ്പോൾ നമ്മൾ പിങ്ക് ബസ്സിലാണ് കയറിയത്. അതിലാണല്ലോ നമുക്ക് ഫ്രീ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് തന്നെ തേടി പിടിച്ച് കയറിയതാണ്. അപ്പോൾ എല്ലാ ദിവസവും ഇനി ഇതിൽ വരാനാണ് ഞങ്ങൾ പ്ലാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എന്തായാലും അതിൽ കയറി. അത്യാവശ്യം തിരക്ക് ഇന്നില്ലായിരുന്നു. ഇനി എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ ഞങ്ങൾ അതിൽ കയറി എല്ലാവരും ഓരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ ഇരുന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ നമ്മുടെ കോളേജ് എത്തി. ഒരു 20 മിനിറ്റ്സ് ട്രാവൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇറങ്ങി. അപ്പോൾ രാവിലെ നമുക്ക് താമസിച്ച് എഴുന്നേറ്റത് കൊണ്ട് ഫുഡ് കിട്ടിയില്ല. അപ്പം അതും നമുക്ക് പൊളിഞ്ഞു രാവിലെ. അങ്ങനെ ഞങ്ങൾ നേരെ അതിൻ്റെ ഫ്രണ്ടിലുള്ളൊരു ഷോപ്പിൽ കയറി. മിക്കവാറും ഈ ഷോപ്പ് ഞങ്ങൾക്കൊരു ഭീഷണിയാവുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞങ്ങൾ ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയൊക്കെ കഴിച്ചു. പിന്നെ ഒരു ചായ കുടിക്കാതെ നമുക്ക് ഉറക്കം വരില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ചായയൊക്കെ കുടിച്ചു. അപ്പം പിന്നെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അതിന് ശേഷം നേരെ നമ്മൾ കോളേജിലേക്ക് പോവാണ്. അപ്പോൾ ഒരു ടെൻഷനൊക്കെ ഉണ്ട്. ഇന്ന് എന്തായിരിക്കും, എന്നാണ് ഇന്ന് ചെയ്യിപ്പിക്കാൻ പോകുന്നത്, ക്ലാസ് ഈവനിങ് വരെ ഉണ്ടോ, അപ്പോൾ നമ്മൾ ഉച്ചവരെ ക്ലാസ് മതി എന്നുള്ള ഒരു പ്രാർത്ഥനയിലാണ് പോകുന്നത്. അപ്പം ഇവിടെ കോളേജ് എന്താണ് വിജനമായി കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഹിന്ദി പ്രചാരസഭയാണ്. അപ്പോൾ ഇവിടെ ഹിന്ദി റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് അധികം അങ്ങനെ സ്റ്റുഡൻസ് ഇല്ല. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ടെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ ഇതാണ് കോളേജ്. അപ്പോൾ ഇവിടെ ആദ്യം വെളിയിൽ കുറേ ഫ്രണ്ട്സൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ പോയി പരിചയപ്പെട്ടു. മലയാളീസ് ഉണ്ടായിരുന്നു. അപ്പം മുന്നത്തെ കോളേജിൽ പഠിച്ച ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുമായിട്ട് പരിചയപ്പെട്ടു. പിന്നെ അടുത്ത് തന്നെ സ്കൂളിലെ കുട്ടികളാണ് ഈ പോകുന്നത്. അപ്പോൾ നമ്മൾ 2nd ഫ്ലോറിലാണ് നമ്മുടെ ക്ലാസ്. അങ്ങനെ അവിടേക്ക് പോവാണ്. അപ്പം ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് നമ്മൾ 2nd ഫ്ലോറിലെത്തി. അപ്പോൾ നേരെ ക്ലാസ്സിലേക്ക് പോകുന്നു. ക്ലാസ്സിൽ വന്നിരുന്നപ്പോൾ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും പേരും നാട്ടിലെവിടെയാണ് എന്നുള്ള സ്ഥിരം ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചു. പിന്നെ കുറച്ച് നേരം പട്ടി ഷോ കാണിക്കലായിരുന്നു, വീഡിയോ എടുക്കൽ, ഫോട്ടോ എടുക്കൽ. പിന്നെ അധികം അങ്ങനെ ആളുകളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഭയങ്കര ഒരു എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കാനുള്ള ഒരു കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഭയങ്കര ബോറടിച്ചിരിക്കുകയാണ്. ഇനി എന്താണ് ഇവർ ചെയ്യിപ്പിക്കാൻ പോകുന്നതെന്നുള്ള ഒരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പം പ്രിൻസിപ്പളും സാറും മാമും ഒക്കെ വരണമായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു. പിന്നെ സീനിയേഴ്സൊക്കെ വന്ന് കുറച്ച് പേരെ പരിചയപ്പെട്ടു. മലയാളീസ് ഉണ്ടായിരുന്നു. അപ്പം അവരൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അങ്ങനെ അവിടുത്തെ കുറച്ച് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഫസ്റ്റ് ഡേ ആയിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വെളിയിലിറങ്ങി. അപ്പം എല്ലാവർക്കും എനിക്ക് യൂട്യൂബ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും വ്ളോഗ് എടുക്കാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇത് ഹർഷിതയാണ്. അവൾക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ അവൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഞാൻ എന്ത് പറയണം. അപ്പോൾ അവളോട് ഹായ് മാത്രം പറയാനാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇന്ന് ഫസ്റ്റ് ഡേ ആണ്ട് ഇത്രയൊക്കെ ഉള്ളായിരുന്നുള്ളൂ. അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും സംഭവിച്ചില്ല. അങ്ങനെ എല്ലാവരും വന്ന് ഹായ് പറയുന്നുണ്ടായിരുന്നു. ഇത് അജിത മാം ആണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ.